നാടിന് നന്മ ചെയ്ത മുൻഗാമികളെ മറക്കുന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ തികഞ്ഞ ഏകാധിപതിയാണെന്ന് കെ.പി.സി.സി പ്രസിഡന്റ് കെ. സുധാകരൻ എം.പി. കാസർഗോഡ് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ മാണിക്കോത്ത് സംഘടിപ്പിച്ച വാർഡ് പ്രസിഡന്റുമാരുടെ സംഗമവും തിരിച്ചറിയൽ കാർഡ് വിതരണവും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഗുണമേന്മയോട് കൂടിയ ഉൽപ്പന്നങ്ങൾ മിതമായ നിരക്കിൽ ശ്രീകൃഷ്ണ ഹാർഡ്വെയർസ് MG റോഡ് കാസർഗോഡ്. വിഴിഞ്ഞം പദ്ധതി യാഥാർത്ഥ്യമായാൽ വ്യാവസായിക വാണിജ്യ രംഗത്തുണ്ടാകുന്ന കുതിച്ചുകയറ്റം മുന്നിൽ കണ്ടുകൊണ്ടാണ് ഐക്യജനാധിപത്യ മുന്നണി സർക്കാർ ഈ പദ്ധതി നടപ്പിലാക്കുന്നതിനു വേണ്ടി ഭീഷണാപരമായ നിലപാടെടുത്തത്. അന്നത്തെ CPM ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ പാർട്ടികളുടെ കുടിലതന്ത്രങ്ങളും എതിർപ്പുകളും അതിജീവിച്ചുകൊണ്ടും ജനങ്ങളെ വിശ്വാസത്തിലെടുത്തുകൊണ്ടും പദ്ധതിക്ക് തുടക്കം കുറിക്കുവാൻ അന്നത്തെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിക്ക് സാധിച്ചു. പദ്ധതി രാജ്യത്തിനായി സമർപ്പിക്കുന്ന ചടങ്ങിൽ തന്റെ മുൻഗാമികളുടെ ചരിത്ര നിയോഗം മനഃപൂർവ്വം മറന്നുകൊണ്ടുള്ള സംസ്ഥാന മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നിലപാട് തീർത്തും അപഹാസ്യമാണെന്നും കെ.പി.സി.സി പ്രസിഡന്റ് കെ. സുധാകരൻ എം.പി. കുറ്റപ്പെടുത്തി. കാസർഗോഡ് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ മാണിക്കോത്ത് ഗ്രാൻഡ് ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച വാർഡ് പ്രസിഡന്റുമാരുടെ സംഗമവും തിരിച്ചറിയൽ കാർഡ് വിതരണവും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഈ അഴിമതി മുഴുവൻ കാട്ടിയ പിണറായി വിജയനെ പോലത്തെ ഒരു അച്ഛൻ ഈ ഭൂമണ്ഡലത്തിലുണ്ടോ പരിശോധിക്കണം. ഇങ്ങനെ മക്കളെ സ്നേഹിക്കുന്ന ഒരു അച്ഛൻ, ആ അച്ഛന് മക്കളോട് സ്നേഹമുള്ളൂ, നാടോട് സ്നേഹമില്ല, പാർട്ടിയോട് സ്നേഹമില്ല, നാട്ടുകാരോട് സ്നേഹമില്ല. സ്വന്തം മക്കളുടെ കുടുംബം, സ്വന്തം മക്കളുടെ സമ്പാദ്യം അത് വർദ്ധിപ്പിക്കാനുള്ള ഏത് മത്സരമാണ് പിണറായി വിജയന്റെ രാഷ്ട്രീയ അപ്രോച്ച്. ആ അപ്രോച്ചിനെ ജനമനസ്സിൽ തുറന്നു കാണിച്ച് അടുത്ത തെരഞ്ഞെടുപ്പിൽ നിഷ്കാസനം ചെയ്യാനുള്ള പോരാട്ടത്തിന് ഇവിടെ തുടക്കം കുറിക്കണം. മുൻഗാമികൾ നാടിനു വേണ്ടി ചെയ്ത ത്യാഗപൂർണമായ സംഭാവനകൾ മറക്കുകയെന്നത് ഒരു ഏകാധിപതിയുടെ തികഞ്ഞ ലക്ഷണമാണ്. അതുകൊണ്ട് തന്നെ വിഴിഞ്ഞം വിഷയത്തിൽ കേരളത്തിലെ ജനതയ്ക്ക് ആകമാനം അസന്തുഷ്ടിയാണുള്ളത്. രണ്ടാം തവണയും അധികാരത്തിൽ വന്ന പിണറായി സർക്കാർ അക്ഷരാർത്ഥത്തിൽ കേരളത്തെ തകർത്തിരിക്കുന്നു. കത്തുന്ന പുരയിൽ നിന്നും കിട്ടാവുന്നതൊക്കെ കൊള്ള നടത്താനായി മുഖ്യമന്ത്രി മകളെയും മരുമകനെയും വരെ ഉപയോഗിക്കുന്നുവെന്നും കേരളത്തിൽ സംഭവിച്ച ഈ ഗതികേടിന് പരിഹാരം കാണാൻ കോൺഗ്രസിന്റെ വാർഡ് പ്രസിഡന്റുമാർ വിചാരിച്ചാൽ എളുപ്പത്തിൽ സാധിക്കുമെന്നും കെ.പി.സി.സി പ്രസിഡന്റ് പറഞ്ഞു. പരിപാടിയിൽ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് P.K. ഫൈസൽ അധ്യക്ഷനായി. കെ.പി.സി.സി ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് സോണി സെബാസ്റ്റ്യൻ മുഖ്യപ്രഭാഷണം നടത്തി. നേതാക്കളായ ഹക്കിംകുന്നിൽ A. ഗോവിന്ദൻ നായർ, K. നീലകണ്ഠൻ, രമേശൻ കരുവാച്ചേരി, അഡ്വക്കേറ്റ് T.K. സുധാകരൻ, കരിമ്പിൽ കൃഷ്ണൻ, K.V. ഗംഗാധരൻ, ശാന്തമ്മ ഫിലിപ്പ്, MC പ്രഭാകരൻ, P.G. ദേവ്, B.P. പ്രദീപ് കുമാർ, ഹരീഷ് P. നായർ, P.V. സുരേഷ് തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്.